എക്കോസ്റ്റീവൻകെ അങ്ങനെ നമ്മൾ ബുംലയിലെ എക്കോ സ്പോർട് ഓണേഴ്സ് ക്ലബ് ട്രിവാൻഡ്രം അങ്ങനെ ബുംലയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. എക്കോസ്റ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 11 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇതാ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പോകുന്നത് ബൊംല പാസിലേക്ക്. ബൊംല പാസ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ബോർഡറാണ്. അതായത് നമുക്ക് ഈ തവാങ്ങിലെ ഏരിയയിലെ ലാസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ബൊംല പാസിൽ പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക പെർമിറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ബോഡീസിൽ നിന്നാണ് നമ്മൾ മേടിക്കേണ്ടത്. നമ്മൾ എല്ലാ വണ്ടി എടുക്കുന്നില്ല, കാരണം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് മുകളിൽ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് സ്നോ ചെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ഇത് ടാക്സി എടുക്കണം. അപ്പോൾ നമ്മൾ 4 ടാക്സി, 24 പേർക്ക് 4 ടാക്സി, 2 ഇന്നോവയും 2 സൈലോയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വൈപ്പറിനെയും കയറ്റുവാണെന്ന്. വൈപ്പർ ആക്ച്വലി വൈപ്പറിന് നമുക്ക് RCയുടെ ചെറിയൊരു ഇഷ്യൂ ആണ്. RCയുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് രജിസ്റ്റേർഡ് ഓണറിൻ്റെ ആൾക്ക് മാത്രമേ വണ്ടി ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ എക്കോ സ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ പേരിൽ രജിസ്റ്റേർഡാണ്. അപ്പം പക്ഷേ എന്നെ അവർ അലോ ചെയ്തു. അപ്പം താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പം നോർമലി ഇങ്ങനൊരു ട്രിപ്പ് വരുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുംലയിലും മാത്രമല്ല കുറേ സ്ഥലങ്ങളുണ്ട്, നോർത്ത് സിക്കിമിലാണെങ്കിലും എല്ലാ സ്ഥലത്തും സെൽഫ് ഓണർ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഓണർ ആ വണ്ടിയിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. മറ്റുള്ള വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വന്നാൽ കിട്ടില്ല, പെർമിഷൻ കിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളെല്ലാവരും ഇനി ബാക്കിയുള്ളവർ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പിക്കപ്പ്. വണ്ടി ഇവിടെ വരും. ഞാൻ വണ്ടി എടുത്ത് വെളിയിലിട്ട് ഒന്ന് ഡീസൽ അടിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള എല്ലാം റെഡിയായി വരുവാണ്. അപ്പം നമുക്ക് നോക്കാം. ഗൈസ്, നമുക്കിവിടെ വന്നിട്ട് എന്താണ് പ്രശ്നം എന്നറിയാൻ വയ്യ. ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ വണ്ടിയിൽ ഇപ്പം ഒരു 160 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് ടു എംറ്റി. നമ്മുടെ ഒരു ആവറേജ് ഫ്യൂൽ വെച്ചിട്ട് കൂടി ഇപ്പോൾ 10 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ആണ്. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 52 ലിറ്ററാണ്. 20 ലിറ്റർ അടിച്ചപ്പോൾ 20 17 ആയപ്പോൾ തന്നെ പ്രഷർ കയറുന്നതാണ്. 17 ആയപ്പോൾ തന്നെ ഇതായി, ഓട്ടോ കട്ടായി. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ 20 ലിറ്റർ, 20ഉം 15ഉം 35 ലിറ്റർ. ഇനി 17 ലിറ്റർ എവിടെ കയറുന്നതെന്നറിയാം. വണ്ടിയിൽ കയറുന്നേ ഇല്ല. നമുക്ക് ഡിസ്പ്ലേയിൽ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കാനേ പറ്റുന്നില്ല. ഡിസ്പ്ലേ മീൻസ് നമ്മുടെ വണ്ടിയിൽ ഫുൾ അടിച്ചാലും നമ്മുടെ ഡിസ്പ്ലേയിൽ ഫുൾ ആവുന്നില്ല. ഈവൻ നമുക്കും അറിയാം നമ്മൾ ഫുൾ ടാങ്ക് അല്ല അടിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതിൽ കാണിക്കുന്ന ഇത് വെച്ചിട്ടുള്ള ഫ്യൂല് നമുക്ക് കയറുന്നില്ല. ഇനി എറാണോ ഇനി വേറെ എന്തെങ്കിലും പ്രഷർ കൊണ്ട് നമുക്ക് കയറാത്തതാണോ ഒന്നും അറിയാൻ പോയി. ബാക്കി എല്ലാം ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ, റിസർവ് വാണിംഗ് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് അറിയാൻ പോയ ഗൈസ്. ഇതാ ഇപ്പോഴും 21 ലിറ്റർ, 21 17 ഇല്ല. അല്ലാണ്ട് മാനുവൽ അടിച്ചുകൊണ്ട് 4 ലിറ്റർ അടിച്ച് കയറ്റി. സാധാരണ അങ്ങനെ പോകില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കും, അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ. 22 ലിറ്റർ, അതായത് ഇവിടുത്തെ ഫ്യൂൽ പ്രൈസ് ഉണ്ടോ ഗൈസ്? ഇത് കാണാൻ വീണ്ടും കൊതിയാവും. 82 രൂപ 28 പൈസ. 22 ലിറ്റർ ഡീസൽ അടിച്ചു. 1833 ബില്ല്. ഗൈസ്, നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചിട്ട് നമ്മൾ പോകുന്നു. അപ്പം അവർ പുറകെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും വണ്ടി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു ഗിൽറ്റി ഫീൽ തോന്നുന്നു. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് വെറും ഇവിടെ നല്ല ചാർജാണ്. 100 കിലോമീറ്റർ ഹൈ റേഞ്ച് ആണ് എങ്കിലും 100 കിലോമീറ്റർ വണ്ടി ഓടാൻ അപ്രോക്സ് അവർ ചാർജ് ചെയ്യുന്നത് 5500 ആണ് തവാങ് ടൗണിൽ. രാവിലെ തന്നെ ഗൈസ് മുകളിൽ നല്ല രീതിയിൽ മഞ്ഞ് കാണുന്നുണ്ട്. മഞ്ഞ് മീൻസ് ഫോഗ്, നല്ല തിക്കായിട്ടുള്ള ഫോഗ് കാണുന്നുണ്ട്. നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും ഇങ്ങനെ തന്നെയാണോ ഗൈസ്? ഈ ട്രിപ്പ് ഇത്തവണത്തെ കഴിഞ്ഞ ലഡാക്ക് ട്രിപ്പിൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ജൂലൈയിലാണ് പോയത്. ജൂലൈ സത്യം പറഞ്ഞാൽ മഴ പെയ്യാനുള്ള ചാൻസസ് ഉള്ള ഒരു സമയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏപ്രിൽ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് സീസണാണ്. ഇവിടെ ഒരു മഴയോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു ബെസ്റ്റ് ടൈമാണ്. നമ്മൾ പക്ഷേ ആ ഒരു ടൈം പ്ലാൻ ചെയ്താണ് വന്നത്. തവാങ് പിന്നെ നമുക്ക് കുഴപ്പമില്ലാണ്ട്, ഇന്നലത്തെ ഡേ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടി. എന്നാലും വൈകുന്നേരം കുറച്ച് മഴ ശല്യം ചെയ്തു. അത് സാരമില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അത് നമ്മുടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും നമ്മളത് മിസ്സായിപ്പോയി. അത് ഇന്ന് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും വിഷമം ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ തൊട്ട് ആൾക്കാർ, ഇന്നലെ എന്ന് പറയുന്നത്
ഇപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ലേറ്റ് ആയിട്ടായിരിക്കും അപ്ലോഡ് ആവുന്നതാണ്, ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഇന്നലെ എന്ന് പറയുന്നത് 25 ഏപ്രിൽ 25 തീയതി നമ്മുടെ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടാണ് സിക്കിം, നോർത്ത് സിക്കിം അടയ്ക്കുകയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, 200 വണ്ടി കുടുങ്ങി, 10,500 ഫാമിലീസിനെല്ലാം ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി മീൻസ് ടൂറിസ്റ്റിനെ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ മാറി തിരിഞ്ഞ് വിളിക്കുന്നുണ്ട്. വിളിച്ച് നമ്മുടെ വിശേഷം അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. നമ്മൾ സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും നോർത്ത് സിക്കിമിൽ ചിലപ്പോൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ലാച്ചങ് ഓൾറെഡി നമ്മൾ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ലാച്ചങ് ഡ്രോപ്പ് ചെയ്ത കാരണം നമ്മുടെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ടുള്ളൊരു സ്ഥലം, നമുക്ക് എല്ലാവരും പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലം ഗുരുഡോമറിലേക്ക് നമുക്ക് മിസ്സായി. അതുമാത്രമേ ഉള്ളൂ നമുക്ക് വിഷമം. പിന്നെ ഗുരുഡോമറിലേക്ക് മിസ്സായതുകൊണ്ട് വിചാരിച്ചെന്നാൽ നാദിലെടുക്കാമെന്ന്. അപ്പോൾ നാദില ഇന്നലെ ന്യൂസ് കാണുന്നതെന്ന് വെച്ചാൽ നോർത്ത് സിക്കിമിലെ എല്ലാ പെർമിറ്റും ക്യാൻസൽ ചെയ്തു എന്നാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ട്രാവൽ ടീമിൻ്റെ ഇതുവരെ നമുക്ക് വേറെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അവർ മെനങ്ങാതെ വിളിച്ചിരുന്നു, ലാച്ചങ് ക്ലോസ് ആവും, പോകണോ റിസ്ക് എടുക്കണോ, ക്ലോസ് ആവുമെന്ന് പറഞ്ഞില്ല, മഴയുണ്ട് റിസ്ക് എടുക്കണമെന്ന് വിളിച്ചിരുന്നു. പക്ഷെ നമ്മൾ ശരി ഓക്കെ, നമുക്ക് റിസ്ക് വേണ്ട, നമുക്ക് എന്താണ് സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി നമ്മളും പറഞ്ഞു. അപ്പം ഇനിയൊന്നും കൂടെ തിരക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യുംതങ് വാലിയും 0 പോയിൻറ്റും എല്ലാം നമുക്ക് മിസ് ചെയ്യും. അപ്പോൾ മിസ്സാകുമ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ബുക്കിങ്സ്, നോർത്ത് സിക്കിമിലെ ബുക്കിങ്സ് എല്ലാം നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടണം. പക്ഷേ ബാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലോ, അതെന്താണെന്ന് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം. ഗൈസ് മുകളിൽ നല്ല മഞ്ഞ് കയറി നിൽക്കുകയാണ്. മഞ്ഞെന്ന് വെച്ചാൽ നശിപ്പിക്കുമെന്ന് തോന്നുന്നു. ഇതാ ഇപ്പോൾ അക്വവെതറും 10 മണിക്ക് മഴ കാണിക്കുന്നു. അലിമ്പ് ബിയറോ കഫേ. വൈ ജംഗ്ഷൻ 21 കിലോമീറ്റർ. വൈ ജംഗ്ഷൻ എന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 സ്ഥലത്തേക്ക്, മാധുരിയിലേക്കും അങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകണം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചൈന ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വൃത്തിയിട്ട ചെറ്റപ്പരിപാടികൾ കാണിച്ച സ്ഥലങ്ങളാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യൻ ആർമി അവർ ഉറക്കമില്ലാണ്ട് എത്ര ആൾക്കാരുടെ ജീവത്യാഗം ഇന്നലത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. അവർ 2,000 പേരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ആ ഒരു ഇതേ. അപ്പം അത്ര ആൾക്കാരുടെ ജീവൻ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു അടിപൊളി സ്ഥലം നമുക്ക് വേണ്ടി അവർ തിരിച്ചു പിടിച്ച് തന്നത്. ഇതൊന്നും ആരും ഇത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം എല്ലാവരുടെ. പിന്നെ ബുംല ഹൈ റേഞ്ച് നമ്മൾ കയറി തുടങ്ങി കഴിച്ചു. നമ്മൾ ഇതാ കയറി പോകാം. അവിടെ ചെറുതായിട്ട് വെയിൽ കണ്ടു തുടങ്ങി. ഈ സാധനം അങ്ങ് നമ്മൾ ചെല്ലുമ്പോൾ മാറണേ, എൻ്റെ ദൈവമേ അടച്ചോനെ അത്തോളേ. മുകളിൽ ചെന്ന് നിൽക്കുകയാണ് ടോപ്പ്. ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. രാവിലെ ഒരു ചോദിക്കണേ നിനക്കണേ എടുത്തടിച്ചോളേ നമ്മൾ അടിക്കാത്തതിന്റെ പേരില് അത് മതിയാവായിരിക്കും. അല്ല അത് നഷ്ടമാണ്. നമുക്ക് കറക്റ്റ് നമുക്ക് അല്ല ഞങ്ങൾ പോകുന്നത് നമുക്ക് കാണേണ്ടത് മഞ്ഞല്ല. ആയതിനാൽ ദയവായി സമ്മതിക്കുക. ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. ശ്വാസം കിട്ടുന്ന പറഞ്ഞാലും വിഷ്ണു റെഡിയാണ്. അടിക്കട്ടെ രാവിലെ ഒരു ചോദിക്കണേ അത് നിനക്കണേ എടുത്തടിച്ചോളേ നമ്മൾ അടിക്കാത്തതിന്റെ പേരില് അത് മതിയാവായിരിക്കും. അല്ല അത് നഷ്ടമാണ്.
നമ്മൾ കറക്റ്റ് നമുക്ക് കാണാനല്ല ഞങ്ങൾ പോകുന്നത്. നമുക്ക് കാണേണ്ടത് മഞ്ഞല്ല. ആയതിനാൽ ദയവായി സഹകരിക്കുക. വളവ് അങ്ങോട്ടാവട്ടെ, റീജിയന് കിട്ടൂല. അതിസാഹസികമായി വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ് നമ്മുടെ സ്വന്തം പോറ്റിയുടെ ഈ കഷ്ടപ്പാടം നിങ്ങൾ ആരും കാണാതിരിക്കരുത് ഗൈസ്. പോറ്റിയുടെ വീഡിയോ എല്ലാവരും വരുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പോറ്റി എന്നെല്ലാവരും വിളിക്കണം. കയറി കൊത്ത് കയറ്റാം. ഓക്സിജൻ്റെ ലെവൽ നന്നായിട്ട് ഡ്രോപ്പ് ആവുന്ന മനസ്സിലാവുന്നുണ്ട്. നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് 14 ഡിഗ്രി ആയിരുന്നു വണ്ടിയിൽ കാണിച്ചിരുന്ന ടെമ്പറേച്ചർ. അതായത് ഒറ്റയടിക്ക് 6 ഡിഗ്രി ആയി. നമ്മളിപ്പോൾ ആകെ എന്താ പറയുക, നമ്മൾ 17 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ഇനി നമുക്ക് 13 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു റൂമിലേക്ക് ചെല്ലാൻ. നല്ല രീതിക്ക് കിതയ്ക്കുന്നുണ്ട് ഗൈസ്. ജാക്കറ്റൊക്കെ ഇട്ട് ചൂടെടുക്കുന്നു. ഈ പേടിച്ചിട്ടാണോ വിയർക്കുന്നത്, അതോ ശരിക്കും ചൂടെടുത്തിട്ടാണോ വിയർക്കുന്നത് അറിയാൻ വയ്യ. വിഷ്ണു മനെ വിയർക്കുന്നുണ്ടടാ. നീ അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും ഇഷ്ടമുണ്ട്. വണ്ടി ഓണാക്കാനായിട്ടാണ് വിഷ്ണുവിനെ വണ്ടിയിൽ കയറ്റിയത്. വണ്ടി ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും പറയടാ, ഒരു പാട്ട് കണ്ടു തുടങ്ങി. ഐസ് കണ്ടു തുടങ്ങി ഗൈസ്. ഐസിന്റെ പെരുമഴയാണ്. ആലിപ്പഴം വീഴുന്നത് കാത്താണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. പാസ് കാണിക്കേണ്ടത് അപ്പം നമ്മുടെ പാസ് വെരിഫിക്കേഷൻ അവിടെ ആർമിക്കാർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു പാസ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ബുംല റൈറ്റ് ബോർഡ് കണ്ട് നിങ്ങളിത് കാണുക, അടയാളപ്പെടുത്തും. ഐസൊക്കെ മൊത്തം ഒരു പോയി എങ്കിലും കുഴപ്പമില്ല. ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. പുഴ കണ്ടു ഗൈസ്. ബുംല പാസ് കണ്ടു നമ്മൾ. കോരിച്ചൊരിഞ്ഞു കിടക്കുന്ന ഐസ്. വിഷ്ണു പറടാ, ഐസ് കപ്പ് ഐസ്. ഗൈസ് നമ്മുടെ സൈഡിൽ നമ്മൾ മഞ്ഞ് കണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 2-3 ആഴ്ച മുന്നത്തെ വീഡിയോയിലും ഫുള്ളായിരുന്നു ഇവിടെ. ഇതിപ്പോൾ ഈ ചൂട് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഇത് ഉരുവിപ്പോയതാണ്. പുതുതായിട്ട് സ്നോഫോളൊന്നും പ്രശ്നമൊന്നും വീഴുന്നുമില്ല. നോക്കിയാണ് ഗൈസ് നമ്മൾ ഒന്ന് ഓക്സ് അടിക്കാന്ന് വെച്ചു. ചെറുതായിട്ട് ഓക്സ് എടുത്തു. വിഷ്ണു പിടിച്ചോ. അതിൻ്റെ സ്നോ ചെയിനൊക്കെ കെട്ടി ലോറി കിടക്കുന്ന വയ്ക്കും. ഇതൊക്കെ അപ്പുറത്ത് കണ്ണയൊക്കെ മഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ലോറിയാണ് ഗൈസ്. കണ്ട മഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ലോറിയാണ്.
സ്നോ ചെയിനൊക്കെ അടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെയിൽ വന്നു ഗൈസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയതാണ്. അപ്പോൾ വെയിൽ പോയി ഇതാ മഞ്ഞും വന്നു ഗൈസ്. മഞ്ഞുമ്മൽ ബോയ്സ്, നമ്മളാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇവിടെ നിന്ന് എഴുതിയാലോ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന്. പക്ഷെ നമുക്ക് വേണ്ടത് വേലുമ്മൽ ബോയ്സ്. വേലുമ്മൽ ബോയ്സ്. വേലുണ്ടായാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച പോലെ പല പ്ലാനിങ്ങും നടക്കത്തുള്ളൂ. ഇതൊരു എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ചക്കുള്ളിൽ പോയിട്ടുള്ളതായിരിക്കും മഞ്ഞ്. ഇഗ്ലു ഉണ്ട്, ഇഗ്ലു. ഇതാണ് ഇഗ്ലു ഗൈസ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഇഗ്ലു അല്ലടാ. ഇഗ്ലു എന്ന് വെച്ചാൽ ആ മഞ്ഞിൽ താമസിക്കാൻ വേണ്ടിയിട്ട്, ഹെവി സ്നോഫോൾ വീഴുന്ന സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഇതാണ്, സ്ട്രക്ചറാണ്. എത്തി ഗൈസ്. നമ്മളിതോ കാണുന്നതാണ് ബുംല. മഞ്ഞില്ല ഗൈസ്. നമ്മളെ വിഷമിപ്പിച്ചു ഗൈസ്. പക്ഷെ നമുക്ക് കൈ കൊണ്ട് മഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇതോ കാണുന്നതാണ് ഗൈസ് ലാസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. അങ്ങ് മുകളിലൊരു മഞ്ഞ് പോലെ കാണുന്നുണ്ട്, നല്ല കട്ട മഞ്ഞ്. Yes, finally we are here guys at Bumla Pass, guys. Indo-China border. BRO welcomes you at Bumla Pass. അങ്ങനെ ഗൈസ് നമ്മളിതാ ബുംല എത്തിയിരിക്കുകയാണ്. ആ മഞ്ഞുമല കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ. നമുക്ക് ലാസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പ്ലേസ് ഇതാണ്. ഇതിനപ്പുറത്തോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഇതാ 15,200 ഫീറ്റ് ഹൈറ്റാണ്. ഇനി ഇതൊരു ഫോട്ടോ എടുത്ത് വിടാം. ഇനി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ എടുക്കുന്നതല്ല. ഇതാണ് ഗൈസ് മഞ്ഞ് എല്ലാം മെൽറ്റായി പോയി. അപ്പോൾ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ മലയാളികൾ ഇല്ലാണ്ടൊരു നാടില്ല എന്ന് പറഞ്ഞ് വന്ന് തുടങ്ങിയതുപോലെ ഇതാ നമ്മൾ വീണ്ടും 2 ചേട്ടന്മാരെ കണ്ടിരിക്കുകയാണ്. അങ്ങ് തവാങ്ങിലല്ല, ബുംലയിൽ. അപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ഇവർ രണ്ടുപേരും കൂടെ, വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും മാത്രം വന്ന്. ഭയങ്കര മോട്ടിവേഷൻ. അപ്പോൾ എന്താണ് ഏട്ടാ ഇങ്ങോട്ട് കറങ്ങാൻ വരാനുള്ളൊരു താല്പര്യം എന്താണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ? ബോർഡർ കാണാനുള്ള അതാണ്. വേറെ ആരും ഒറ്റയ്ക്ക് വരാനായിട്ടുള്ള ഒരു കാര്യം എന്താ തോന്നി? വേറെ ആരും കൂട്ടണ്ട? 9 days നോട്ട്. ഓക്കെ. അപ്പം എങ്ങനെ വന്നേക്കുന്നത്? ഗുവാഹട്ടി വന്നു. കറങ്ങി എല്ലാം കറങ്ങി പോവല്ലേ, ഗാജിരൊക്കെ കറങ്ങി. അപ്പൊ എന്നിട്ട് തിരിച്ച് വീണ്ടും ഗുവാഹട്ടിയിൽ നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ്. ഓക്കെ ഓക്കെ. ഞാൻ ടീച്ചറാണ്. ഓക്കെ. IB ഓഫീസർ. IB ഓഫീസറാണ്. അടിപൊളി. ഞാൻ എയർഫോഴ്സ് ആയിരുന്നാ. ഒരിത് വന്ന് അങ്ങനെ വന്നത്. എന്തായാലും കാണാൻ പറ്റിയ സന്തോഷം. രണ്ടുപേരും നാരായണൻ. അടിപൊളി. റിലേറ്റീവ്സ് ആണ്. മാമന്റെ മുന്നേ. അപ്പം മറ്റേ പറയുന്ന പോലെ കസിൻസ്, അളിയന്മാരാണ്. ഓക്കെ കസിൻസ് ആണ്. അപ്പോൾ അടിപൊളി. കണ്ടതിൽ സന്തോഷം ചേട്ടാ. അടിച്ചു പൊളിച്ചു പോവാ. അപ്പോൾ എന്തായാലും നോക്കി ചേട്ടൻ്റെയൊക്കെ ഈ ഒരു നമുക്ക് ഒരുപാട് പ്രായമായി എന്ന് പറയുന്നില്ല, എന്നാലും ഈ ചെറു പ്രായക്കാർക്ക് ഇപ്പോഴും ഇവിടെ വന്നിട്ട് ഓക്സിജൻ കിട്ടാണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ഭയങ്കര പ്രചോദനം ആയിക്കോട്ടെ. പോയിട്ടുണ്ട്, അമർനാഥ് എല്ലാം പോയിട്ടുണ്ട്. അടിപൊളി. എല്ലാം കറങ്ങിയതാണ്. ഓക്കെ ഏട്ടാ, അടുത്ത ട്രിപ്പ് പോട്ടെ. നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. ശരി. ഓക്കെ. അങ്ങനെ നമ്മൾ ബുംലയിലെ സ്പോട്ട് ഓണേഴ്സ് ക്ലബ് ട്രിവാൻഡ്രം അങ്ങനെ ബുംലയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു. അയ്യോ, ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു. കുറേ നേരം നിന്നപ്പോൾ തലവേദനയൊക്കെ എടുത്തു തുടങ്ങി. ഗൈസ്
അപ്പോൾ നമ്മൾ ബുംല പാസ് കണ്ടു കഴിഞ്ഞു. കണ്ടോ, കേരനിരകളാട്ടും ഐസിൻ്റെ മണ്ടേ കിടന്ന് ചാടി ഫോട്ടോ ഇടുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത്ര നേരം ജാക്കറ്റ് ഒന്നും ഇട്ടില്ല. എൻ്റെ ഒരു കൊളംബിയയുടെ സ്വെറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു. വളരെ നല്ല ഷർട്ടായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ഷർട്ട്. അതിൽ തണുപ്പ് പിടിച്ചു വന്നു. പക്ഷേ ഇപ്പം അത് ഊരിയപ്പോൾ നല്ല തണുപ്പുണ്ട്. എടാ എൻ്റെ സ്വെറ്റ് ഷർട്ട് എവിടെയാണ് നോക്കി? അവിടെ ഊരി കളഞ്ഞില്ല മുകളിലൊന്നും. അതിൻ്റെ കൈ കൊടുത്തു. അതിൽ വണ്ടിക്ക് ഡിക്കിയിലായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം മഞ്ഞ് കണ്ട് ആസ്വദിക്കാം. മഞ്ഞ് പെയ്യുന്ന മനകുളിരുന്ന മധുരമാസ പെണ്ണേ. ഇത് ഈ കാണുന്ന കുളം. ഇത് രസം നോക്കിയേ, നല്ല തണുപ്പ്. അപ്പോൾ ഗൈസ്, നമ്മൾ മാധുരി ലേക്കിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാധുരിയിലേക്ക് പോവുകയാണ്. വണ്ടിക്കാണെങ്കിൽ ചെറിയൊരു സൗണ്ട് കേട്ടു തുടങ്ങി. ഒന്നെങ്കിൽ എൻജിൻ മൗണ്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ സ്ട്രട്ടോ ബുഷോ എന്തോ കംപ്ലൈൻറ്റ് ആണ്. നല്ല സസ്പെൻഷൻ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കാണിക്കാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് തന്നെ പ്രോബ്ലം വെച്ച് തന്നെ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളെങ്ങനെ ഉണ്ടായിരുന്നടാ? വളരെ അടിപൊളിയായിരുന്നു. അവിടെ ഒരു വഴി കെട്ടി പോയിക്കുന്നു. വെട്ടി കയറി പോയിക്കുന്നുണ്ട്. ബോർഡറായിട്ട് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതേ വിചാരിച്ചപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മഞ്ഞ് കൂടുതലും കിടക്കുന്ന ചൈനക്കാർക്കാണ്. ഐസ് അവരിങ്ങോട്ട് ടൂറിസ്റ്റിനെ ഒന്നും വിടുന്നത്. ചൈന ഇങ്ങനെ ടൂറിസ്റ്റ് പരിപാടി ഒന്നും വെച്ചിട്ടില്ല ഞാൻ ചോദിച്ചു. ഇല്ലെന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് ടൂറിസ്റ്റുകാരില്ലെന്ന് വെച്ചു. നോക്കിയാൽ ഗൈസ്, ആ മല ഇവിടെ നോക്കാം. മലയുടെ പൊക്കം കണ്ട കുറഞ്ഞത് ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു 5000 അടി മുകളിൽ പൊക്കമുണ്ട് കുറഞ്ഞത്. ഗൈസ് ഇത് നോക്കൂ ഗൈസ്, പൈൻ മരങ്ങൾ പോലത്തെ എന്തോ മരങ്ങൾ. ആ ഫ്രണ്ടിലത്തെ മല ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തല ഉയർത്തി അങ്ങ് നിൽക്കുകയാണല്ലേ. അതിൻ്റെ മലയുടെ പൊക്കം നോക്കണം. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ബങ്കറൊക്കെ കാണും ഗൈസ്. കാരണം എനിക്കൊരു എന്തോ വയർലെസ് സ്റ്റേഷൻ പോലെ എന്തോ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ആൾക്കാർ, നമ്മുടെ ആർമിക്കാരുണ്ട് ഗൈസ്. സമ്മതിക്കണോടെ. വീരടിച്ച് കിടക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം എല്ലാവരും. നമ്മുടെ രാജ്യത്തിനെ കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വെളിയിൽ നിന്നൊരാൾ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തുമാത്രം ഹെക്ടർ സ്ഥലം, ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല LOC പണ്ട് നമ്മളിതേപോലെ ഒരു തണുത്ത സമയത്ത് അമ്മമാർ പാകിസ്ഥാൻ കയറി ക്യാപ്ചർ ചെയ്തിരുന്നു. തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ മാധുരി ലേക്കിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവിടത്തേൻ്റെ അത്ര ഓക്സിജൻ പ്രശ്നമില്ല. ഈ മാധുരി ലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കെപ്പോഴും കണ്ടൊരു ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായതാണെന്നാണ് എവിടെയോ പറഞ്ഞ് കേട്ടതുപോലെ ഉണ്ട്. എന്നാലും ഒന്നുകൂടെ ചോദിച്ചിട്ട് പറയാം. ഇത് ഫുൾ ആർമിയുടെ കൺട്രോളിൽ തന്നെയാണ്. മാധുരി ലേക്കിൽ നമ്മൾ എത്തി ഗൈസ്. മാധുരി ലേക്ക്. ഇവിടെ ചായയൊക്കെ കിട്ടും. നല്ല പട്ടിയിൽ നമ്മുടെ ഫുഡ് എവിടെ ഉണ്ടോ അവിടെ മലയാളികളുണ്ട്. പ്രത്യേകിച്ച് വിവേക്. എവിടെ ഫുഡുണ്ടോ അവിടെ വിവേക് ഉണ്ട്. പിന്നെ അതിന് മുന്നേ ഇതാ ഓടി തിന്നിട്ട് പോണതാ വേറൊരു ഷെബീർക്ക്. എന്റെ പുറകെ വരുന്ന നൗഫലിക്ക. എനിക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ, പുറകെ വന്നല്ലേ പറ്റുള്ളൂ. ക്യാമറ ഇറങ്ങി താനെ ഓടൂലല്ലോ. ചായ മോഹിച്ച് കോഫി ഷോപ്പിൽ കയറുന്നത് ശരിയായ പ്രവണത അല്ല. അതാണ്. कॉफी ले दो. हमें कॉफी उड़ कर कॉफी ले दो.
മരമില്ല, ഭയങ്കര കയ്പ്പ്. ഈ കോഫിയിലേതോ കൊള്ളാൻ പോകും. കുഴപ്പമില്ല, കോഫി കൊള്ളാം. ശകലം മരം ഉണ്ടായി അടിപൊളിയായിരുന്നു. എന്റെ ഡോക്ടറോടെ അവിടെ ഷൂസും തിരക്കി കിടപ്പുണ്ട്. എന്താടാ കയ്പ്? ഇല്ല, സൂപ്പർ കോഫി. അതിന് ശേഷം ഒരു കയ്പുണ്ട്. കയ്പ് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വേണോ? എന്നാ വേണം, ടേസ്റ്റ് വെച്ചോ. കൊള്ളാമെങ്കിൽ കുടിച്ചോ. ടേസ്റ്റ് നോക്കുന്നോ? മനസ്സിലായി. പക്ഷെ അല്ല, ടേസ്റ്റ് കൊള്ളാം. പക്ഷെ ഇത്തിരി മധുരം ഉണ്ടായിരുന്ന പൊളിയായിരുന്നു. ഓ, എനിക്കൊന്നും എഞ്ചിൻ്റെ ഓർഡറോ? എഞ്ചിന്റെ ഓർഡർ അല്ല, ലഞ്ചിന്റെ ഓർഡർ. അപ്പോൾ ഗൈസ്, മാധുരി ലേക്കിലെ ചെറിയ ബ്രിഡ്ജിലൂടെ നടപ്പാതയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട് ചെറിയ തോതിൽ. മാധുരി ലേക്ക് നല്ല വെള്ളമുണ്ട് ഗൈസ്. നല്ല കണ്ണീര് പോലെ വെള്ളമെന്ന് പറയാൻ പറ്റൂല, എന്നാലും കൊള്ളാം. നമ്മുടെ ടീമെല്ലാം അവിടെ ഉണ്ട്. പണ്ടോടെ എന്തോ ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ചെറിയ ബോട്ട് അതൊക്കെ വെള്ളത്തിൽ പോയി കിടക്കുന്നു. ഫൈബർ ബോട്ടേ. ഇതാണ് ഇന്ത്യ വിട്ടുപോയ ഖുറേഷി. ഖുറേഷി അബ്രഹാം അവിവാഹിതനെന്നുള്ള വാർത്ത കള്ളമായിരുന്നു. ഭാര്യയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇരുവരും തവാങ്ങൾ ടൂർ വന്നപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഖുറേഷി അബ്രഹാം. ചേച്ചി എന്താ കുഴപ്പം? തണുക്കുന്നു. അയ്യോ, എവിടെ നമ്മുടെ മോഡൽ എവിടെ പോയി? യെസ് ഗൈസ്, ദാ മലയാളി മങ്ക എത്തിയിരിക്കുന്ന മങ്കൻ. അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട് ഗൈസ്. ഈ തണുപ്പത്ത് ആ വെള്ളത്തിന്റെ കരയിലൊന്നും ഇങ്ങനെ കിടക്കുകയാണ്. മീൻ വല്ലതും പിടിക്കാൻ കിടക്കുകയാണെന്നോ മറ്റേ കരടി പിടിക്കുന്ന പോലെ മീൻ പോകുമ്പോൾ ചാടി പിടിക്കും, അങ്ങനെ വല്ലതാണോ? പട്ടിയുടെ കടികളല്ലേ? സമയം എന്ന് പറയുന്നത് 1:32. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്ന സമയമാണ്. ഇങ്ങനെയുള്ള സമയത്ത് അത് പുറത്തോട്ട് വരാറില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കൂടെ കിടക്കുന്നത്. എന്നെ പറഞ്ഞു വിട്ടോ സമാധാനം. അവനെ പറഞ്ഞു വിട്ടപ്പോ എവിടെ ഏത് നാട്ടിൽ ചെന്നാലും അമൽ ഫോട്ടോ എടുത്ത് മാത്രം ഫുൾ ടൈം ഫോട്ടോഗ്രാഫി. ഫോട്ടോ എടുക്കാൻ നമ്മുടെ വിധി ഗൈസ്. ഇതൊന്നും ഞാൻ കൊടുക്കൂല. എല്ലാരും എന്റെ പിറകെ പറയണം. കൊതിപ്പിച്ച് കടന്നാണ് സൈക്കോ അമൽ. അമലെ ഫോട്ടോ താ. അതിനെ കേൾക്കുമ്പോൾ അത് കൊണ്ട് ഹരം കൊണ്ട് ഞാൻ ജീവിക്കും. അതെ, വാ നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കേണ്ടി വരും. അതെ ഗൈസ്, ഇത് ഹസ്കി അല്ല, ഇവിടുത്തെ മാധുരി നാടൻ പട്ടിയാണ്. വളരെ രസകരമായ ബെഞ്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അവിടെ കട്ട ഷോപ്പിംഗ് ഒക്കെ നടത്തി നാളെ പാരാ കമാൻഡോയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡോക്ടർ ഈ വയറൊന്നും കുറയ്ക്കേണ്ട അവരെടുക്കില്ല കേട്ടോ. ശ്രീജു പണ്ട് പട്ടാളത്തിൽ കയറണമെന്ന് ആഗ്രഹമായിട്ട്. ശ്രീജുന് എന്താ അവരെടുക്കാണ്ടിരുന്നെന്ന്? പൊക്കം കുറഞ്ഞു പോയില്ലേ? പട്ടാളത്തിൽ വണ്ടി ഓടിക്കാനായിരുന്നു. ലോറി മണലൊക്കെ കൊണ്ടുവരും. പട്ടാളത്തിലെ വടൽ ലോറി ഡ്രൈവർ ശ്രീജു. ഗൈസ്, നമ്മൾ മാധുരിയിലേക്ക് ഇന്ന് തിരിച്ച് കയറുകയാണ്. ഇവിടെ ഫുള്ള് ഇവർ ഇൻ്റർലോക്ക് വെച്ചിട്ട് BRO റോഡ് ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ട് വലിയ കട്ടറില്ല, പക്ഷേ റോഡ് ഭയങ്കര ചാട്ടമാണ്. നേരത്തെ വണ്ടിയുടെ ഭയങ്കര സൗണ്ട് കേട്ടത് ഇപ്പം അത്ര സൗണ്ട് കേൾക്കുന്നില്ല. സസ്പെൻഷൻ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇപ്പം അത്ര വലിയൊരു കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ഒരു വെള്ളച്ചാട്ടം കണ്ട ഗൈസ്, എന്താ അടിപൊളി. താഴെ മതിലേക്ക് കണ്ട താഴെ ഭയങ്കര അടിപൊളിയായിട്ട്. കൊള്ളായിരുന്നു. നല്ല ഒരു വൺ ടൈം കാണാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലേ? ഒരു ഫ്രോസൺ ലേക്ക് കണ്ട ഗൈസ്. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ തവാങ്. നമ്മൾ നാളെ
ഏർലി മോർണിംഗ് നമ്മൾ തിരിക്കും. ഗൈസ് നമ്മൾ ഇന്നോവക്കാരൻ്റെ പുറകെ പിടിക്കുകയാണ്. അമ്മേ, ഇന്നോവക്കാരനാണെങ്കിൽ ഈ കുണ്ടും കുഴി ചാട്ടമുള്ള വഴിയിൽ 60-70 പോകണം. വളക്കിന് വളപ്പുണ്ട. 60 പോണത്. അയ്യോ കൊള്ളാം. റോഡിലെ കല്ല് കിടക്കണ കാരണം നിനക്ക് പറ. പൊളിയല്ലേ ഗൈസ്. എന്തിനാണ് നമ്മളിത് വേണ്ടിയത്? ഒരുപാട് മലയാളിയാണെന്നാ അതില് തന്നെ. എന്താ പറഞ്ഞു? എന്തോന്ന് വെച്ച് നല്ല പയ്യ എല്ലാരും കാണാൻ പറ്റും. Scorpion. Oh shit. നന്നായിട്ട് സൂര്യൻ പണിയെടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ താഴെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 12 കിലോമീറ്ററുകളുണ്ട് തവാങ്. ഇതാ തവാങ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല താഴെ നോക്കിയാണ് തവാങ് കാണുന്നുണ്ടോ? നമ്മൾ ബുംലയിലൊക്കെ പോയിട്ട് ഇവിടെ എത്തിയിരുന്നു. നല്ല അടിപൊളി തലവേനായിരുന്നു. കിടന്നുറങ്ങി പെട്ടെന്ന് വെച്ചപ്പെട്ട് നല്ല തലവേനായിരുന്നു. അപ്പം എന്നിട്ട് നമ്മളിതാ ഇവിടെ ഇവരുടെ ഒരു നമ്മൾ നാളെ ഇന്നും കൂടെയല്ലേ ഉള്ളൂ, ലാസ്റ്റ് നൈറ്റാണ്. അപ്പോൾ അവർ ഇവിടെ ലോക്കൽ വൈനൊക്കെ ഇവർ വീട്ടിലുണ്ടാക്കി നോൺ ആൾക്കാർക്ക് വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നു. നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ ഹോം സ്റ്റേ, വേറെ പറയാനൊന്നുമില്ല. ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഡീലിങ്ങും ഒക്കെയാണ് അവർ. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. നമ്മൊന്ന് അങ്ങോട്ട് കയറാം. ഇവിടെ ഓക്കെ, ഇതാണ് ആ സെറ്റപ്പ്. ഒരു ബാറിൽ കയറിയ സെറ്റപ്പ് ഉണ്ട്. അടിപൊളി. അവരുടെ വൈൻ തരുന്ന ഇതിലാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഗാനഗന്ധർവൻ അവസാന ദിവസം ചെറിയൊരു വൈൻ കഴിച്ച് ആഘോഷിക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ അവരുകൾ, ദീപവമൻ അവരുകൾ, നിതീഷ് അവരുകൾ, അമൽ അവരുകൾ, ഏവർക്കും ഈ ഒരു വൈൻ ബാധ്യമാന മേഖലയിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പട്ടി കുറിക്കുന്ന ഇത് റൈസിന്ന് ഉണ്ടാക്കിയതാണ്. എന്തായാലും കൊള്ളാം. നോക്കട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഹൗസ് ഓണറല്ല, ഹോം സ്റ്റേയുടെ ഓണറാണിത്. പുള്ളിക്കാരി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാണ് കേട്ടോ. तू ही जाने तू क्या सोचता है, तू ही जाने तू क्या सोचता है, बाबरे क्यों दिखा है सपने तू सोते जागते. पूछे मेरा नाम और पता, चल दो ना साथ मेरे. പാട്ട് ചോളി പാട്ട് പാട്ടാണ് അവല് വാർത്തകൾ. बिन